1984 ഒക്ടോബർ 30 ഉച്ചനേരം. അന്ന് ഒഡീഷയിലെ ഭുവനേശ്വറിൽ തിരഞ്ഞെടുപ്പ് റാലി നടക്കുകയായിരുന്നു. ആ റാലിയിൽ പ്രസംഗിക്കാനായി ഇന്ദിരാഗാന്ധി പോഡിയത്തിനടുത്തേക്ക് നീങ്ങി. കയ്യിൽ പ്രസംഗത്തിന്റെ ഒരു പകർപ്പുണ്ടായിരുന്നു. റാലികളിലൊക്കെ മാധ്യമ ഉപദേഷ്ടാവ് നൽകുന്ന പ്രസംഗത്തിന്റെ പകർപ്പ് നോക്കി വായിക്കുന്നതാണ് പതിവ് രീതി. എന്നാൽ ആ റാലിയിൽ സ്വന്തം അണികളെ നോക്കി പറഞ്ഞ ആ വാക്കുകൾ പ്രവചനാത്മകമായിരുന്നു എന്ന് വേണം പറയാൻ. ഇന്ന് ഞാൻ ജീവനോടെയുണ്ട്, നാളെ അങ്ങനെ ആകണമെന്നില്ല. എൻ്റെ അവസാന ശ്വാസം വരെയും ഞാൻ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കും. എൻ്റെ അവസാനത്തുള്ളി രക്തവും ഞാൻ രാജ്യത്തെ ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കും എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. രാജ്യസേവനത്തിൻ്റെ പേരിൽ ജീവൻ വെടിയേണ്ടി വന്നാലും ഞാൻ അഭിമാനിക്കും. ഇന്ദിരാഗാന്ധി മരിക്കുന്നതിന് മുൻപ് ഒഡീഷയിൽ നടത്തിയ പ്രസംഗം ഇതായിരുന്നു. അതവരുടെ അവസാന പ്രസംഗമായിരുന്നു. വാക്കുകൾ ഒരു പ്രവചനം പോലെ അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു. അങ്ങനെ അന്ന് രാത്രി ദില്ലിയിൽ തിരികെ എത്തി. പിറ്റേ ദിവസം രാവിലെ സമയം 9 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ഇന്ദിരാഗാന്ധി തന്റെ ഔദ്യോഗിക വസതിയുടെ വാതിൽ കടന്നു പുറത്തിറങ്ങി. ദില്ലിയിൽ പുലരിയുടെ നേർത്ത പ്രകാശത്തിന് ഒരു തണുപ്പൻ സ്വഭാവമുണ്ടായിരുന്നു അന്ന്. നടത്തത്തിന് തയ്യാറായുള്ള ദൃഢമായ ചുവടുകൾ. അടുത്ത വളപ്പിലെ ബംഗ്ലാവ് ലക്ഷ്യമാക്കിയായിരുന്നു ആ യാത്ര. അവിടെ ബ്രിട്ടീഷ് നടനും സംവിധായകനുമായ പീറ്റർ ഉസ്റ്റിനോവുമായുള്ള അഭിമുഖം അവരെ കാത്തിരിക്കുന്നു. ഇന്ദിരയുടെ കൂടെ കോൺസ്റ്റബിൾ നാരായൺ സിംഗ്, പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ രാമേശ്വർ ദയാൽ, പേഴ്സണൽ സെക്രട്ടറി RK ധവാൻ എന്നിവരുമുണ്ടായിരുന്നു. അങ്ങനെ അവർ കാവൽപുരിയുടെ അടുത്തെത്താറായപ്പോൾ ഇന്ദിര ധവാനോട് എന്തോ പറയുന്നുണ്ടായിരുന്നു. യമൻ സന്ദർശനത്തിന് പോയ പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗിന്റെ സംഘത്തിന് കൈമാറാൻ ഒരു സന്ദേശം ഇന്ദിര ധവാന്റെ കൈകളിൽ ഏൽപ്പിച്ചു. പ്രസിഡന്റിനോടും സംഘത്തോടും രാത്രി ദില്ലി എയർപോർട്ടിൽ തിരിച്ചെത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ധവാൻ മറുപടി നൽകി. അങ്ങനെ നടന്നവർ കാവൽപുരയുടെ അടുത്തെത്തി. അവിടെ അവരെ കാത്തുനിന്നത് മറ്റാരുമായിരുന്നില്ല. 10 വർഷമായി അവരുടെ സുരക്ഷാ ചുമതലയിൽ വിശ്വസ്തനായി നിലയുറപ്പിച്ച അംഗരക്ഷകൻ ബിയന്ത് സിംഗ്. ഇന്ദിരാഗാന്ധിയുടെ ചുണ്ടിൽ ഒരു പതിവ് പുഞ്ചിരി വിരിഞ്ഞു. നമസ്തേ, സ്നേഹത്തോടെ അവർ അവനോട് പറഞ്ഞു. എന്നാൽ സാധാരണ പോലെ ഒരു മറുപടി ഉണ്ടായില്ല. പകരം ബിയന്തിന്റെ മുഖത്ത് മരവിച്ചൊരു ഭാവം മാത്രം. ഒരു നിമിഷത്തെ മൗനം. ആരും ഒന്നും അറിയാതെ പ്രധാനമന്ത്രി ഒരു ചുവട് മുന്നോട്ട് വെച്ചു. അടുത്ത നിമിഷം ശാന്തമായ ആ പ്രഭാതത്തെ പിളർന്നുകൊണ്ട് വെടിയൊച്ചകൾ മുഴങ്ങി. ആദ്യം ബിയന്ത് സിംഗ് തന്റെ ഔദ്യോഗിക റിവോൾവർ വലിച്ചെടുത്തു. ഒരു ദയയുമില്ലാതെ 3 തവണ അവൻ ഇന്ദിരാഗാന്ധിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചു. രക്തത്തിൽ കുളിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഒരുക്കു വനിത നിലത്തേക്ക് തളർന്നു വീണു. ആളുകൾ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നതിന് മുൻപ് രണ്ടാമത്തെ ഗാർഡായ സത്വന്ത് സിംഗ് തന്റെ ഓട്ടോമാറ്റിക് കാർബൈൻ ഉയർത്തി. ഒരു ഭ്രാന്തനെ പോലെ അവൻ വെടിയുണ്ടകൾ വർഷിച്ചു. ആകെ 33 വെടിയുണ്ടകളാണ് അവരുടെ നേർക്കുതിർത്തത്. അതിൽ 30 എണ്ണം അവരുടെ ശരീരത്തിൽ തുളച്ചു. 23 വെടിയുണ്ടകൾ ശരീരത്തിലൂടെ തുളഞ്ഞുപോയി. ബാക്കി 7 എണ്ണം ഉള്ളിൽ തങ്ങി. നിമിഷങ്ങൾക്കകം അവരുടെ ശരീരം ചോരയിൽ കുതിർന്ന അവസ്ഥയിലായി. എങ്കിലും അത്ഭുതം, ഇത്രയധികം വെടിയുണ്ടകളേറ്റ ശേഷവും ആ ശ്വാസം നിലച്ചിരുന്നില്ല. സമയമൊട്ടും കളയാതെ സഹായികൾ അവരെ എയിംസിലേക്ക് എത്തിച്ചു. അവിടെ മരണവുമായി ഏകദേശം 4 മണിക്കൂറോളം അവർ പൊരുതി. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. വർഷങ്ങളായി അവർ ഭയന്നിരുന്ന വിധി അവസാനം ആ വിശ്വസ്ത കൈകളിൽ തന്നെ സംഭവിച്ചിരിക്കുന്നു. രക്തസാക്ഷിത്വം, ഒരു നടുങ്ങുന്ന ചതിയുടെ കഥ അവിടെ അവസാനിച്ചു. പ്രധാനമന്ത്രിയുടെ മരണവാർത്ത രാജ്യം മുഴുവൻ ഇടിത്തീ പോലെ പടർന്നു പിടിച്ചു. ഒരു ഞെട്ടലിനും ദുഃഖത്തിനും അപ്പുറം ആ രക്തസാക്ഷിത്വം ഒരു രാജ്യത്തെ ജ്വലിപ്പിച്ചു. ഉടൻ തന്നെ രാജ്യം മുഴുവൻ സിഖ് വിരുദ്ധ കലാപത്താൽ ആളിക്കത്തി. സ്വന്തം സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ കൈകളാൽ ഒരു പ്രധാനമന്ത്രി കൊല്ലപ്പെടുന്നു എന്നതിനേക്കാൾ ഭീകരമായൊരു രംഗം. ഒരു യുഗം അവസാനിച്ചു. പിന്നാലെ രക്തപങ്കിലമായ മറ്റൊരു യുഗത്തിന് തുടക്കമായി. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അപ്രതീക്ഷിത വിയോഗത്തിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കപ്പെട്ടു. ഊമയായ പാവ എന്ന് വിമർശകരാൽ പരിഹസിക്കപ്പെട്ട ഇന്ദിരാഗാന്ധി 1966 ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി അധികാരമേറ്റു.
വർഷങ്ങളായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിനായി കൊതിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾക്ക് അന്നത്തെ അവരുടെ ആഗ്രഹം ഒരു വിദൂര സ്വപ്നമായി മാത്രം അവശേഷിച്ചു. എന്തെന്നാൽ ഇന്ദിരാഗാന്ധിക്ക് അന്ന് രാഷ്ട്രീയ കാര്യങ്ങളിൽ കാര്യമായ പരിചയസമ്പത്തുണ്ടായിരുന്നില്ല. മിക്കവാറും എല്ലാ സുപ്രധാന തീരുമാനങ്ങൾക്കും സഹപ്രവർത്തകരുടെ സഹായം തേടേണ്ട ഒരവസ്ഥ. അതുകൊണ്ടുതന്നെ എതിരാളികൾ അവരെ ശക്തമായി വിമർശിച്ചു. രാഷ്ട്രീയത്തിന് യോജിച്ച വ്യക്തിയല്ലെന്ന് പറഞ്ഞ് പല വിളിപ്പേരുകളിലൂടെയും ആ ദുർബല പ്രതിച്ഛായ ഊട്ടിയുറപ്പിക്കാൻ അവർ ശ്രമിച്ചു. 1965 ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ച് രാജ്യം സാമ്പത്തികമായി മെച്ചപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലും ചൈനയുടെ പ്രകോപനം ദിനംപ്രതി വർദ്ധിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ ഒരു ദുർബല രാഷ്ട്രമായി കണക്കാക്കി അവർ പ്രകോപനം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരേ സമയം ഇരട്ട വെല്ലുവിളികളുടെ നടുവിലായി ഇന്ദിരാഗാന്ധി. ഒരു വശത്ത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തമാക്കണം, മറുവശത്ത് എതിരാളികൾ നൽകിയ ദുർബല നേതാവ് എന്ന പ്രതിച്ഛായ മാറ്റിക്കൊണ്ട് രാജ്യത്തെ പട്ടിണിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കണം. ഒരു വർഷത്തിനു ശേഷം 1967 രാജ്യത്ത് പൊതുതിരഞ്ഞെടുപ്പ് നടന്നു. കോൺഗ്രസ് പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്കുകൾ കാരണം മുൻപത്തെ തിരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ അവർക്ക് 78 സീറ്റുകൾ കുറഞ്ഞ് കേവലം 283 സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വന്നു. പാർട്ടിക്കകത്ത് സിൻഡിക്കേറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന നേതാക്കളെയാണ് ആദ്യം ഒതുക്കേണ്ടതെന്ന് ഇന്ദിരാഗാന്ധിക്ക് മനസ്സിലായി. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവർ അത് സാധിച്ചു. എല്ലാവരെയും പ്രതിരോധത്തിലാക്കി കോൺഗ്രസിന്റെ പൂർണ്ണമായ നിയന്ത്രണം അവർ സ്വന്തം കൈകളിലെടുത്തു. ഇതിനിടയിൽ രാജ്യത്തിന്റെ വികസനത്തിനായി അവർ ചില സുപ്രധാനമായ നടപടികൾ സ്വീകരിച്ചു. അത് പിന്നീട് ഇന്ത്യയുടെ ഗതിയെ മാറ്റിമറിക്കുന്ന തീരുമാനങ്ങളായി മാറി. ഭക്ഷ്യധാന്യങ്ങളുടെ ആവശ്യം നിറവേറ്റുന്നതിനായി അവർ കാർഷിക ശാസ്ത്രജ്ഞർക്ക് പരീക്ഷണങ്ങൾ നടത്താൻ സ്വാതന്ത്ര്യം നൽകുക മാത്രമല്ല, വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത വികസിത ഇനം വിത്തുകൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതിന് കർഷകർക്ക് പ്രോത്സാഹനങ്ങളും നൽകി. ഇത് ഇന്ത്യയിൽ ഹരിത വിപ്ലവം വൻ വിജയമാകുന്നതിന് കാരണമായി. ഭക്ഷ്യക്ഷാമം എന്ന അവസ്ഥയിൽ നിന്ന് പുറത്തുവരാൻ ഇന്ത്യക്ക് സാധിച്ചു. ഇന്ദിരാഗാന്ധിയുടെ മുൻകൈയിൽ രാജ്യസുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് റോ എന്ന രഹസ്യാന്വേഷണ ഏജൻസി രൂപീകരിച്ചു. പിന്നീട് 1969 രാജ്യത്ത് ധനികരും ദരിദ്രരും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന വിടവ് നികത്തുന്നതിനും ബാങ്കിംഗ് സേവനം ഗ്രാമങ്ങളിൽ എത്തിക്കുന്നതിനും വേണ്ടി രാജ്യത്തെ 14 വലിയ ബാങ്കുകൾ അവർ ദേശസാൽക്കരിച്ചു. ഈ തീരുമാനത്തെ അന്നത്തെ ധനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി എതിർത്തപ്പോൾ ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയും ധനമന്ത്രിയുടെ ചുമതല സ്വയം ഏറ്റെടുക്കുകയും ചെയ്തു. ഇന്ദിരാഗാന്ധിയുടെ ധീരമായ നടപടികൾ അവിടെ അവസാനിച്ചില്ല. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവർ തന്റെ എല്ലാ വിമർശകരുടെയും വായടപ്പിച്ചു. ആ സമയത്ത് രാജ്യത്ത് പ്രിവി പേഴ്സ് സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടന്നിരുന്നു. സ്വാതന്ത്ര്യ സമയത്ത് ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ ഒപ്പിട്ട് ഇന്ത്യയിൽ ചേരാൻ സമ്മതിച്ച നാട്ടുരാജ്യങ്ങളുടെ ഭരണാധികാരികളുടെ കുടുംബങ്ങൾക്ക് ഇന്ത്യൻ സർക്കാർ ഒരു വാർഷിക സാമ്പത്തിക സഹായം നൽകാമെന്ന് കരാറുണ്ടായിരുന്നു. ഇതാണ് പ്രിവി പേഴ്സ്. ഈ ഭരണാധികാരികൾക്ക് ആവശ്യമായ സ്വത്തും സൗകര്യങ്ങളും ഉണ്ടായിരുന്നതിനാൽ ഈ പണം രാജ്യത്തെ ദരിദ്രർക്കായി ഉപയോഗിക്കാൻ അവർ ആഗ്രഹിച്ചു. അതിനാൽ ഇത് നിർത്തലാക്കാൻ അവർ ശ്രമിച്ചു. ആദ്യ ശ്രമത്തിൽ പരാജയപ്പെട്ടപ്പോൾ 1971 ഭരണഘടനയുടെ 26ാം ഭേദഗതി വഴി പ്രിവി പേഴ്സ് എന്ന സമ്പ്രദായം എന്നേക്കുമായി അവസാനിപ്പിച്ചു. അവരുടെ ഭരണത്തിന്റെ ആദ്യ വർഷങ്ങളിലെ വെല്ലുവിളികൾക്ക് ശേഷം തന്റെ രാഷ്ട്രീയ പ്രസക്തിയെ ചോദ്യം ചെയ്ത എല്ലാവർക്കുമുള്ള മറുപടി 1971 മാർച്ചിലെ പൊതുതിരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. ജനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഒരു കൊടുങ്കാറ്റായി മാറി. സ്വന്തം മികവിൽ അവർ 352 സീറ്റുകൾ നേടി ചരിത്രപരമായ വിജയം കുറിച്ചു. ഊമയായ പാവയെന്ന് വിളിച്ചവർക്ക് മുന്നിൽ അവർ തന്റെ അധികാരം ഉറപ്പിച്ചു. താൻ ഈ രാജ്യത്തെ ദീർഘകാലം നയിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഏതാനും മാസങ്ങൾക്കകം 1971 ഡിസംബറിൽ ഇന്ത്യ പാക് യുദ്ധത്തിൽ ഏർപ്പെട്ടു. ലോകം അത്ഭുതത്തോടെ നോക്കി നിൽക്കെ വെറും 13 ദിവസങ്ങൾക്കുള്ളിൽ പാകിസ്ഥാന്റെ കിഴക്കൻ കമാൻഡ് കീഴടങ്ങി. അങ്ങനെ ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യം പിറന്നു. പല രാജ്യങ്ങളുടെയും എതിർപ്പുകളെ അവഗണിച്ച് ഇന്ത്യ തങ്ങളുടെ ആദ്യത്തെ അണുവായുധ പരീക്ഷണം നടത്തി. ഈ മടിക്കാത്ത തീരുമാനങ്ങളിലൂടെയും വിജയകരമായ നയങ്ങളിലൂടെയും വെറും 5 വർഷങ്ങൾക്കുള്ളിൽ ഇന്ദിരാഗാന്ധി എന്ന വ്യക്തി ഇന്ത്യയുടെ അയൺ ലേഡി എന്ന നിലയിൽ
ലോകരാഷ്ട്രീയ ഭൂപടത്തിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചു. ഉരുക്കു വനിതയുടെ രാഷ്ട്രീയ വിജയങ്ങളുടെ പരകോടിയിൽ അധികാരം അതിന്റെ ഭാരം കാണിച്ചു തുടങ്ങി. അവിടെ വെച്ച് ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിനുമേൽ ഒരു ഏകാധിപത്യത്തിന്റെ കറുത്ത നിഴൽ വീണു. 1975 ജൂൺ മാസം റായ് ബറേലിയിലെ തിരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിൽ അലഹബാദ് ഹൈക്കോടതിയുടെ വിധി ഇടുത്തി പോലെ വന്ന് പതിച്ചു. പ്രധാനമന്ത്രി സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തു എന്ന് കോടതി കണ്ടെത്തി. അതിന്റെ ഫലമായി അവരുടെ പാർലമെന്റ് അംഗത്വം റദ്ദാക്കി 6 വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്തു. രാജ്യം ഞെട്ടി. പ്രധാനമന്ത്രിയുടെ കസേരയുടെ അടിത്തറയിളകി. വിധി സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടെങ്കിലും കോടതി പൂർണ്ണമായ സ്റ്റേ നൽകിയില്ല. പ്രധാനമന്ത്രിയായി തുടരാമെങ്കിലും ഒരു MP എന്ന നിലയിൽ വോട്ടിംഗിൽ പങ്കെടുക്കാൻ അവർക്ക് അനുമതി നിഷേധിക്കപ്പെട്ടു. ഭരണഘടനയുടെ പടവുകളിൽ അധികാരത്തിന്റെ പിടി അയഞ്ഞു തുടങ്ങി. പ്രതിപക്ഷം ഈ അവസരം മുതലെടുത്തു. ഡൽഹിയിലെ രാംലീല മൈതാനത്ത് ജയപ്രകാശ് നാരായൺ ആഹ്വാനം ചെയ്തു, ഇന്ദിരാഗാന്ധി ജനാധിപത്യത്തെ കഴുത്തുഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുകയാണ്. രാജ്യമെങ്ങും പ്രതിഷേധാഗ്നി പടർന്നു. റെയിൽവേ പണിമുടക്കുകൾ, രൂക്ഷമായ പണപ്പെരുപ്പം, അഴിമതി ആരോപണങ്ങൾ എന്നിവ ഭരണകൂടത്തിന്റെ കസേരയെ അപകടത്തിലാക്കി. അധികാരം നഷ്ടപ്പെടുമെന്ന ഭയം ആ ഉലിക്കു വനിതയെ ഒരേകാധിപതിയാക്കി മാറ്റി. 1975 ജൂൺ 25 അർദ്ധരാത്രി ആഭ്യന്തര കലഹം എന്ന കാരണം ചൂണ്ടിക്കാണിച്ച് ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഒരൊറ്റ ഉത്തരവിലൂടെ ഇന്ത്യൻ പൗരന്മാരുടെ എല്ലാ മൗലികാവകാശങ്ങളും റദ്ദാക്കപ്പെട്ടു. ജനാധിപത്യം ഒരു നിമിഷം കൊണ്ട് താൽക്കാലികമായി ഇല്ലാതെയായി. പ്രതിഷേധത്തിന്റെ എല്ലാ ശബ്ദങ്ങളെയും ഇരുമ്പിന്റെ കൈകളാൽ അടിച്ചമർത്തി. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ ആ ഇരുണ്ട അധ്യായം ഏകദേശം 2 വർഷത്തോളം നീണ്ടുനിന്നു. അധികാരം നിലനിർത്താൻ നടത്തിയ ആ ശ്രമം രാജ്യത്തെ ഒരു പുതിയ രാഷ്ട്രീയ വഴിത്തിരിവിലേക്കാണ് തള്ളിവിട്ടത്. 1977 തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ജനാധിപത്യം വിധിയെഴുതി. ഇന്ദിരാഗാന്ധിയെ നിരാകരിക്കുന്നു. രാജ്യവ്യാപകമായി കോൺഗ്രസ് തകർന്നു. ഈ സമയത്ത് പഞ്ചാബിലും കോൺഗ്രസിന് വൻ തിരിച്ചടി നേരിട്ടു. അവിടെ പ്രകാശ് സിംഗ് ബാദലിന്റെ നേതൃത്വത്തിൽ ശിരോമണി അകാലിദൾ വിജയിച്ചു. എന്നാൽ ആ രാഷ്ട്രീയ തോൽവി ഇന്ദിരാഗാന്ധിയെ തളർത്തിയില്ല. അവർ പിടിച്ചുനിന്നു. പരാജയത്തിന്റെ കാരണങ്ങൾ അവർ വിശകലനം ചെയ്തു. തിരിച്ചുവരവിനായുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു. പഞ്ചാബിലെ നഷ്ടപ്പെട്ട അധികാരം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് ഒരു അപകടകരമായ ഒരാളെ കളത്തിലിറക്കി. പ്രാദേശിക മതപ്രബലനായിരുന്ന ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാലയെ. ഈ നീക്കം ഫലം കണ്ടു. ഭിന്ദ്രൻവാലയുടെ പ്രവർത്തനങ്ങളിലൂടെ 1980 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പഞ്ചാബ് നിയമസഭാ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് അധികാരം തിരിച്ചുപിടിച്ചു. എന്നാൽ ആ രാഷ്ട്രീയ വിജയം അധികനാൾ നിലനിന്നില്ല. തോറ്റ അകാലിദൾ പഞ്ചാബിന്റെ സ്വയംഭരണം, സംസ്കാരം, പ്രത്യേക അവകാശങ്ങൾ എന്നിവയുടെ പേരിൽ ആവശ്യമുയർത്തി. അത് കോൺഗ്രസിന്റെ തുറുപ്പുചീട്ടായിരുന്ന ഭിന്ദ്രൻവാലയ്ക്കും ഒരവസരമായി. അദ്ദേഹം തന്റെ സ്വന്തം രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിക്കാൻ ഈ ആവശ്യങ്ങൾ ഏറ്റെടുത്തു. അകാലിദൾ നിയമപരമായി വാദിച്ചപ്പോൾ ഭിന്ദ്രൻവാലയുടെ രീതികൾ കർക്കശമായിരുന്നു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പഞ്ചാബിലെ രാഷ്ട്രീയം തീവ്രവാദത്തിന്റെ പിടിയിലായി. സിഖ് സമുദായത്തിന്റെ ഏറ്റവും പവിത്രമായ ആരാധനാലയം സുവർണക്ഷേത്രം തീവ്രവാദികളുടെ ആയുധപുരയായി മാറി. അവിടെ നിന്ന് അവർ തങ്ങളുടെ അക്രമാസക്തമായ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചു. ഈ അക്രമങ്ങൾ ഇന്ദിരാഗാന്ധിക്ക് അവസാനിപ്പിക്കേണ്ടിയിരുന്നു. 1984 ജൂൺ സുവർണക്ഷേത്രത്തെ തീവ്രവാദികളിൽ നിന്ന് മോചിപ്പിക്കാൻ ഇന്ദിരാഗാന്ധി ഉത്തരവിട്ടു. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആരംഭിച്ചു. ഇന്ത്യൻ സൈന്യം ചരിത്രത്തിൽ ആദ്യമായി ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചു. ആ പോരാട്ടം ഏതാനും ദിവസങ്ങൾ നീണ്ടുനിന്നു. തീവ്രവാദികളെ നീക്കം ചെയ്തെങ്കിലും നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. സിഖ് സമുദായത്തിന് ഏറ്റവും പവിത്രമായ അകാൽ തഖ്ത് കെട്ടിടത്തിന് കനത്ത നാശനഷ്ടം സംഭവിച്ചു. തീവ്രവാദത്തിനെതിരെയായിരുന്നു നടപടിയെങ്കിലും സുവർണക്ഷേത്രത്തിലെ ഈ സൈനിക ഇടപെടൽ സിഖ് സമുദായം തങ്ങളുടെ മതവിശ്വാസത്തിന് നേരെയുള്ള ആക്രമണമായി കണ്ടു. ഈ സംഭവം വരാനിരിക്കുന്ന ഒരു വലിയ ദുരന്തത്തിന്റെ വിത്തുകൾ പാകുകയായിരുന്നു. സിഖ് മതസ്ഥരുടെ ഈ കോപം ഇന്ദിരാഗാന്ധി മനസ്സിലാക്കി. അവർ അനുരഞ്ജനത്തിന് ശ്രമിച്ചു. ഈ നടപടി തീവ്രവാദത്തിനെതിരെ മാത്രമായിരുന്നു. അവർ ലോകത്തോട് പറഞ്ഞു, ഞാൻ സിഖ് മതത്തെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു.
പക്ഷേ അവരുടെ വാക്കുകൾക്ക് സിഖ് ജനതയുടെ വിശ്വാസം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞില്ല. ഇതിനിടയിൽ സിഖ് തീവ്രവാദ സംഘടനകളിൽ നിന്ന് അവർക്ക് തുടർച്ചയായ വധഭീഷണികൾ വന്നുകൊണ്ടിരുന്നു. ഇന്റലിജൻസ് ഏജൻസികൾ പ്രധാനമന്ത്രിയുടെ സുരക്ഷയിൽ നിന്ന് സിഖ് ഉദ്യോഗസ്ഥരെ നീക്കം ചെയ്യാൻ ആവർത്തിച്ച് അഭ്യർത്ഥിച്ചു. പക്ഷേ ഇന്ദിരാഗാന്ധി അത് നിഷേധിച്ചു. അവർ വിവേചനം കാണിക്കാൻ തയ്യാറായിരുന്നില്ല. കൂടാതെ വർഷങ്ങളായി തന്റെ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന സിഖ് അംഗരക്ഷകരിൽ അവർക്ക് അടിയുറച്ച വിശ്വാസമുണ്ടായിരുന്നു. അവരിൽ ഒരാളായിരുന്നു ബിയന്ത് സിംഗ്. ഒരു പതിറ്റാണ്ടായി ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തനായ അംഗരക്ഷകരിൽ ഒരാൾ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷം ബിയന്ത് സിംഗിന്റെ മനസ്സിൽ മാറ്റങ്ങൾ വന്നു. അദ്ദേഹം അമ്മാവൻ കേഹർ സിംഗിനൊപ്പം ഗുരുദ്വാരകളിൽ പതിവായി പോയി തുടങ്ങി. ഒരു ദിവസം വികാരനിർഭരമായ ഒരു ഭക്തിഗാനം കേട്ട് ബിയന്ത് കരഞ്ഞപ്പോൾ കേഹർ സിംഗ് നൽകിയ പ്രതികരണം ഒരു നിർദ്ദേശമായിരുന്നു: കരയരുത്, പകരം വീട്ടു. ആ വാചകം ബിയന്തിന്റെ മനസ്സിൽ പതിഞ്ഞു. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് പ്രതികാരം ചെയ്യാനായി ഇന്ദിരാഗാന്ധിയെ വധിക്കുക എന്ന ചിന്ത അദ്ദേഹത്തിൽ ഉടലെടുത്തു. തുടക്കത്തിൽ ഈ രഹസ്യം കേഹർ സിംഗും ബിയന്തും മാത്രമാണ് പങ്കുവച്ചത്. പിന്നീട് അദ്ദേഹം തന്റെ സുഹൃത്തും പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനുമായിരുന്ന അമർജീത് സിംഗുമായി ഈ പദ്ധതി പങ്കുവച്ചു. ഓഗസ്റ്റ് 15 മുമ്പ് വധം നടപ്പിലാക്കാനായിരുന്നു ബിയന്തിന്റെ നീക്കം. വിശ്വാസവഞ്ചന കൂടാതെ ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു വിശ്വസ്ത പങ്കാളിയെ കണ്ടെത്താനുള്ള അമ്മാവൻ കേഹർ സിംഗിന്റെ ഉപദേശം ബിയന്ത് സിംഗ് ശിരസാവഹിച്ചു. ഏതാനും ദിവസങ്ങൾക്കകം ബിയന്തിന്റെ അന്വേഷണം അവസാനിച്ചത് ഇന്ദിരാഗാന്ധിയുടെ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന ബൽബീർ സിംഗിലാണ്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനോടുള്ള പ്രതികാരം ഇരുവരെയും ഒന്നിപ്പിച്ചു. അധികം വൈകാതെ അവർ ആത്മമിത്രങ്ങളായി. വേഗത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് അവർ ആഗ്രഹിച്ചു. പക്ഷേ സെപ്റ്റംബറിലെ ആദ്യ ആഴ്ച വരെ ഒരു കൃത്യമായ പദ്ധതിയും ഉണ്ടായില്ല. അപ്പോഴാണ് അവരുടെ ഇച്ഛാശക്തിയെ ഉറപ്പിച്ച ഒരു സംഭവം അരങ്ങേറിയത്. ഒരു ദിവസം ഉച്ചയ്ക്ക് PM ഹൗസിൽ ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ പറന്നുവന്ന ഒരു പരുന്ത് പ്രധാനമന്ത്രിയുടെ വസതിയിലെ ഒരു മരത്തിൽ വന്നിരുന്നു. അത് കണ്ടതും ബൽബീറിന്റെ കണ്ണുകളിൽ ഒരു തിളക്കം വന്നു. ആവേശത്തോടെ ബിയന്തിനെ വിളിച്ച് അയാൾ ആ പരുന്തിനെ കാണിച്ചു. സിഖുകാരുടെ 10ാമത്തെ ഗുരുവായ ഗുരു ഗോവിന്ദ് സിംഗ് ജിയുമായി ബന്ധമുള്ളതിനാൽ പരുന്തിനെ സിഖ് സമൂഹം ശുഭസൂചകമായി കണക്കാക്കുന്നു. പരുന്ത് തങ്ങൾക്ക് വേണ്ടി ഒരു സന്ദേശവുമായാണ് വന്നതെന്ന് അവർക്ക് തോന്നി. ഉടൻ തന്നെ ഗുരുവിന്റെ ആജ്ഞയനുസരിച്ച് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ഉടൻ പ്രതികാരം ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചു. അവർ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. ഒരു ദൃഢമായ പദ്ധതി തയ്യാറാക്കാൻ തുടങ്ങി. ഒക്ടോബർ 2ാം വാരത്തോടെ ബിയന്ത് സിംഗ് കൊലപാതകത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി. ഒക്ടോബർ 14-ന് അദ്ദേഹം കുർത്തയും പൈജാമയും ധരിച്ച് കേഹർ സിംഗിന്റെ വീട്ടിലെത്തി. അവിടെ നിന്ന് ഇരുവരും മോത്തിബാഗിലേക്കും തുടർന്ന് RK പുരം സെക്ടർ 6-ലെ ഗുരുദ്വാരയിലും പോയി. അവിടെ വെച്ച് ബിയന്ത് അമൃതപാനം ചെയ്യുകയും തന്റെ ബാല്യകാലത്തെ വീഴ്ചകൾക്ക് പ്രായശ്ചിത്തമായി ഗുരുദ്വാരയിൽ ചൂലുപയോഗിച്ച് വൃത്തിയാക്കുകയും ചെയ്തു. 3 ദിവസത്തിനു ശേഷം അദ്ദേഹം ഭാര്യ ബിമൽ കൗറിനെയും സിസ്ഗഞ്ച് സാഹിബ് ഗുരുദ്വാരയിൽ കൊണ്ടുപോയി അമൃതപാനം ചെയ്യിച്ചു. അവിടെ വെച്ച് അവരുടെ കുടുംബം കഴിഞ്ഞ കാല തെറ്റുകൾക്ക് ദൈവത്തോട് ക്ഷമ ചോദിച്ചു. ഒക്ടോബർ 17-ന് ഡ്യൂട്ടിക്കിടെ ബിയന്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രം സുരക്ഷാ ചുമതലയിൽ പ്രവേശിച്ച സബ് ഇൻസ്പെക്ടർ സത്വന്ത് സിംഗിനെ തന്റെ വലയിലേക്ക് വീഴ്ത്തി. സത്വന്തിനോട് ബിയന്ത് പറഞ്ഞു, ഇന്ന് പഞ്ചാബിൽ നടക്കുന്ന കാര്യങ്ങളിൽ സിഖുകാർക്ക് കടുത്ത ദേഷ്യമുണ്ട്. ഇതിനെല്ലാം ഉത്തരവാദി ഇന്ദിരാഗാന്ധിയാണ്. അവർ അതിന് ജീവൻ കൊണ്ട് വില നൽകേണ്ടി വരും. സത്വന്ത് സിംഗ് ബിയന്തിന്റെ വാക്കുകളോട് പൂർണ്ണമായും യോജിച്ചു. സത്വന്തിലും അതേ പ്രതികാരത്തിന്റെ തീ ആളിക്കത്തുന്നത് കണ്ട ബിയന്ത് ഈ ദൗത്യത്തിൽ തനിക്ക് ഏറ്റവും അനുയോജ്യനായ പങ്കാളി സത്വന്ത് തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പിച്ചു. അതേ ദിവസം തന്നെ ബിയന്ത് സത്വന്തിനെ പദ്ധതിയിൽ പങ്കാളിയാകാൻ പ്രേരിപ്പിക്കുകയും കേഹർ സിംഗുമായി പരിചയപ്പെടുത്തുകയും ചെയ്തു. ബിയന്ത് സിംഗിനിപ്പോൾ ദൗത്യം പൂർത്തിയാക്കാനുള്ള വെറി മാത്രമായിരുന്നു. അദ്ദേഹം ഒക്ടോബർ 31 കൊലപാതകത്തിനായി തിരഞ്ഞെടുത്തു. ആക്രമണത്തിന് തലേ ദിവസം ഒക്ടോബർ 30-ന് ഇന്ദിരാഗാന്ധി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഒഡീഷയിലായിരുന്നു. അന്ന് അവരൊരു പ്രസംഗത്തിൽ വികാരപരമായി പറഞ്ഞു,
ഇന്ന് ഞാൻ ജീവനോടെയുണ്ട്, നാളെ അങ്ങനെ ആകണമെന്നില്ല. എന്റെ അവസാന ശ്വാസം വരെയും ഞാൻ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കും. എന്റെ അവസാന തുള്ളി രക്തവും ഞാൻ രാജ്യത്തെ ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. രാജ്യസേവനത്തിന്റെ പേരിൽ ജീവൻ വെടിയേണ്ടി വന്നാലും ഞാൻ അഭിമാനിക്കും. തന്റെ അന്ത്യം അവർ മുൻകൂട്ടി അറിഞ്ഞതുപോലെ. ഒക്ടോബർ 30 ഇന്ദിരാഗാന്ധി ഡൽഹിയിൽ ഇല്ലാതിരുന്നതിനാൽ ബിയന്തും സത്വന്തും തന്ത്രപരമായി തങ്ങളുടെ ഡ്യൂട്ടി അടുത്ത ദിവസത്തേക്ക് കാവൽപുരയ്ക്ക് സമീപം ക്രമീകരിച്ചു. ആ സ്ഥലമായിരുന്നു അവർ ആക്രമണത്തിനായി തിരഞ്ഞെടുത്തത്. ഒഡീഷയിലെ കനത്ത തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം ഇന്ദിരാഗാന്ധി ഒക്ടോബർ 30 രാത്രി ഡൽഹിയിൽ തിരിച്ചെത്തി. അടുത്ത ദിവസം ഒക്ടോബർ 31 രാവിലെ ബ്രിട്ടീഷ് നടനും സംവിധായകനുമായ പീറ്റർ ഉസ്റ്റിനോവുമായി അവർക്ക് അഭിമുഖമുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററിക്ക് വേണ്ടിയായിരുന്നു അത്. അഭിമുഖം അവരുടെ ഔദ്യോഗിക വസതിയായ സഫ്ദർജംഗ് റോഡിനോട് ചേർന്നുള്ള അക്ബർ റോഡിലെ ബംഗ്ലാവിലായിരുന്നു. രാവിലെ ഏകദേശം 8 മണിക്ക് പേഴ്സണൽ സെക്രട്ടറി RK ധവാൻ അവരെ കൂട്ടാനെത്തി. തയ്യാറെടുപ്പുകൾക്കായി 1 മണിക്കൂർ കൂടിയെടുത്തു. 9 മണിയോടെ അഭിമുഖത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. അങ്ങനെ ആ സമയമടുത്തു. ഇന്ദിരാഗാന്ധി അക്ബർ റോഡിലേക്ക് നടക്കാൻ തുടങ്ങി. RK ധവാനെ കൂടാതെ കോൺസ്റ്റബിൾ നാരായൺ സിംഗും പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ രാമേശ്വർ ദയാലും കൂടെയുണ്ടായിരുന്നു. അല്പം മുന്നോട്ട് നടന്നപ്പോൾ കൈകളിൽ ഒരു കപ്പും പ്ലേറ്റുമായി പോകുന്ന ഒരു വെയിറ്ററെ അവർ കണ്ടു. പീറ്റർ ഉസ്റ്റിനോവിനുള്ളതായിരുന്നു അത്. അതിൻ്റെ ഡിസൈനും നിറവും അവർക്ക് ഇഷ്ടപ്പെടാത്തതിനാൽ അത് മാറ്റി മികച്ച ഒരു ടീ സെറ്റ് കൊണ്ടുവരാൻ അവർ വെയിറ്ററോട് നിർദ്ദേശിച്ചു. എന്നിട്ട് മുന്നോട്ട് നടന്നു. നിമിഷങ്ങൾക്കകം അവർ കാവൽപുരയ്ക്ക് അടുത്തെത്തി. അവിടെ തൻ്റെ വിശ്വസ്തനായ അംഗരക്ഷകൻ BN സിംഗിനെ അവർ കണ്ടു. ഓരോ തവണയും ചെയ്യുന്നത് പോലെ ഇന്ദിരാഗാന്ധി പുഞ്ചിരിയോടെ നമസ്തേ പറഞ്ഞു. ഇന്ദിരാഗാന്ധിക്ക് നമസ്തേ മടക്കി നൽകാൻ പോലും ഇന്ന് ബിയന്ത് തയ്യാറായില്ല. കാരണം ഇന്ന് അയാളുടെ ഉദ്ദേശങ്ങൾ ശുദ്ധമായിരുന്നില്ല. ഇന്ദിരാഗാന്ധിക്ക് ആ ഭാവമാറ്റം മനസ്സിലാക്കാൻ കഴിയുന്നതിന് മുൻപ് തന്നെ BN സിംഗ് പെട്ടെന്ന് തന്റെ .38 കാലിബർ സർവീസ് റിവോൾവർ വലിച്ചെടുത്ത് ഒരു വെടിയുണ്ട ഇന്ദിരാഗാന്ധിക്ക് നേരെ ഉതിർത്തു. ഇത് കണ്ട് ചുറ്റുമുള്ളവരെല്ലാം ഞെട്ടിത്തെറിച്ചു നിന്നു. ആരെങ്കിലും അയാളെ തടയാൻ ശ്രമിക്കുന്നതിന് മുൻപ് അയാൾ 2 തവണ കൂടി ഇന്ദിരാഗാന്ധിക്ക് നേരെ വെടിയുതിർത്തു. 3 വെടിയുണ്ടകളേറ്റതും ഇന്ദിരാഗാന്ധി നിലത്തേക്ക് വീണു. അവർ വീഴുന്നത് കണ്ടതോടെ ഈ പദ്ധതിയിലെ 2ാമത്തെ ആൾ സത്വന്ത് അത്രയേറെ ഭയപ്പെട്ടു പോയിരുന്നു. അയാൾക്ക് അവിടെ നിന്ന് ഒരടി പോലും അനങ്ങാൻ കഴിഞ്ഞില്ല. സത്വന്തിനെ നോക്കി BN അലറി, എന്താണ് നോക്കി നിൽക്കുന്നത്? വെടിവെക്ക്! ഇതോടെ സത്വന്ത് ഉണർന്നു. തന്റെ ഓട്ടോമാറ്റിക് കാർബൈൻ ഉപയോഗിച്ച് നിലത്ത് വീണ് കിടന്ന് ഇന്ദിരാഗാന്ധിക്ക് നേരെ അയാൾ തുരുതുര വെടിയുതിർക്കാൻ തുടങ്ങി. ഒറ്റയടിക്ക് 30 വെടിയുണ്ടകൾ അവരുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറി. ഇന്ദിരാഗാന്ധിയെ രക്ഷിക്കാൻ രാമേശ്വർ ദയാൽ മുന്നോട്ട് വന്നപ്പോൾ സത്വന്ത് തന്റെ ഓട്ടോമാറ്റിക് കാർബൈൻ രാമേശ്വർ ദയാലിന് നേരെ തിരിച്ച് വെടിയുതിർത്തു. അദ്ദേഹം ഗുരുതരമായി പരിക്കേറ്റു വീണു. ശേഷം BN സിംഗ് തന്റെ ആയുധങ്ങൾ വലിച്ചെറിഞ്ഞു പറഞ്ഞു, ഞങ്ങൾക്ക് ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്തു, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തോളൂ. വെടിയൊച്ച കേട്ട് അതുവരെ അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ഗാർഡുകളും ITBP ജവാന്മാരും ഓടിയെത്തി. കാര്യം മനസ്സിലാക്കി അവർ ഉടൻ തന്നെ ബിയന്തിനെയും സത്വന്തിനെയും വളയുകയും അവർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തു. ഈ വെടിവയ്പിൽ BN സിംഗ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. സത്വന്ത് സിംഗ് ഗുരുതരമായി പരിക്കേൽക്കുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. എന്നിരുന്നാലും ബിയന്തിന്റെയും സത്വന്തിന്റെയും വെടിയുണ്ടകളേറ്റെങ്കിലും ഇന്ദിരാഗാന്ധിക്ക് ജീവനുണ്ടായിരുന്നു. അവരെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കുന്നതിനായി RK ദയാലും സുരക്ഷാ ഉദ്യോഗസ്ഥൻ ദിനേശ് ഭട്ടും ചേർന്ന് ഒരു അംബാസഡർ കാറിന്റെ പിൻസീറ്റിൽ കിടത്തി. തിടുക്കത്തിൽ 9:30 അവരെ എയിംസ് ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ തിടുക്കത്തിൽ ആരും മുൻകൂട്ടി എയിംസിൽ വിളിച്ചറിയിക്കാൻ മറന്നുപോയിരുന്നു. അതിനാൽ ആശുപത്രിയിൽ എത്തിയ ശേഷവും അത്യാഹിത വിഭാഗത്തിലെ തിരക്ക് മൂലം പ്രവേശിപ്പിക്കാൻ അല്പം സമയം നഷ്ടമായി. ഇന്ദിരാഗാന്ധിയുടെ അവസ്ഥ കണ്ട് ഡോക്ടർമാർ ഭയന്നു. അവർ സ്വന്തം രക്തത്തിൽ പൂർണ്ണമായും കുളിച്ചിരുന്നു. ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും രക്തം തുടർച്ചയായി പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. എത്രയും പെട്ടെന്ന് രാജ്യത്തെ ഏറ്റവും മികച്ച ഡോക്ടർമാർ അവരുടെ ചികിത്സ ആരംഭിച്ചു. ചികിത്സയ്ക്കിടയിൽ ധാരാളം വെടിയുണ്ടകൾ ശരീരത്തിലും ആന്തരിക അവയവങ്ങളിലും
പ്രത്യേകിച്ച് തലച്ചോറിനും ഗുരുതരമായ പരിക്കേൽപ്പിച്ചതായി കണ്ടെത്തി. ശ്വാസകോശത്തിലേക്ക് ഓക്സിജൻ എത്തിക്കാനും തലച്ചോറിനെ ജീവനോടെ നിലനിർത്താനും അവരുടെ വായിലൂടെ ശ്വാസനാളത്തിൽ ഒരു ട്യൂബ് സ്ഥാപിച്ചു. വെടിയേറ്റ് അവരുടെ കരളിലെ വലതുഭാഗം പൂർണ്ണമായും തകർന്നിരുന്നു. വൻകുടലിൽ കുറഞ്ഞത് 12 ദ്വാരങ്ങളുണ്ടായിരുന്നു. ഒരു ശ്വാസകോശത്തിലും വെടിയേറ്റിരുന്നു. വെടിയുണ്ടകളുടെ ആഘാതത്തിൽ നട്ടെല്ലിനും ഒടിവുണ്ടായിരുന്നു. അപ്പോൾ രാജീവ് ഗാന്ധി പശ്ചിമ ബംഗാളിലെ കാന്തിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലായിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എയിംസിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ അവസ്ഥയിൽ ദുഃഖിക്കുമ്പോഴും അവർ അതിജീവിച്ചില്ലെങ്കിൽ രാജ്യത്ത് വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുമോ എന്ന ഭയം അവരെ അലട്ടി. മണിക്കൂറുകൾ നീണ്ട ഓപ്പറേഷന് ശേഷം ഉച്ചയ്ക്ക് 2:23 ഡോക്ടർമാർ ഇന്ദിരാഗാന്ധി മരിച്ചതായി പ്രഖ്യാപിച്ചു. നേതാക്കളുടെ ഭയം സത്യമായി. എന്നാൽ പ്രധാനമന്ത്രിയുടെ കൊലപാതക വാർത്ത കലാപങ്ങൾക്ക് കാരണമാകാതിരിക്കാൻ വൈകുന്നേരം വരെ ഈ വാർത്ത മാധ്യമങ്ങളിൽ നിന്ന് മറച്ചുവെച്ചു. രാജീവ് ഗാന്ധിക്ക് സന്ദേശം കൈമാറി ഏതാനും മണിക്കൂറുകൾക്കകം അദ്ദേഹം ഡൽഹിയിൽ തിരിച്ചെത്തി. ഇന്ദിരാഗാന്ധിക്ക് വെടിയേറ്റ വാർത്ത കേട്ട് എയിംസ് ആശുപത്രിക്ക് മുന്നിൽ വലിയ ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു. പ്രധാനമന്ത്രി സുരക്ഷിതയാണെന്ന വാർത്ത കേൾക്കാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ഇന്ദിരാഗാന്ധിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്നും അവരുടെ 2 സിഖ് അംഗരക്ഷകരാണ് കൊലപാതകം നടത്തിയതെന്നുമുള്ള വാർത്ത പരന്നതോടെ സ്ഥിതി വഷളായി. രാജ്യത്തിന്റെ അടുത്ത പ്രധാനമന്ത്രി ആരായിരിക്കണമെന്നതിനെക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ ചർച്ച നടന്നു. രാജീവ് ഗാന്ധിക്ക് തന്നെ അധികാരം കൈമാറണമെന്ന് എല്ലാവരും ഏകഗണമായി അഭിപ്രായപ്പെട്ടു. എന്നാൽ ഭാര്യ സോണിയാഗാന്ധി ഇതിനെ എതിർത്തു. പ്രധാനമന്ത്രിയായാൽ രാജീവിന്റെ ജീവനും അപകടത്തിലാകുമോ എന്ന ഭയം സോണിയയ്ക്കുണ്ടായിരുന്നു. എന്നാൽ ഏറെ ചർച്ചകൾക്ക് ശേഷം രാജീവ് ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ തീരുമാനിച്ചു. സത്യപ്രതിജ്ഞയ്ക്കായി വിദേശത്തായിരുന്ന പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗിന്റെ തിരിച്ചുവരവിനായി അവർ കാത്തിരുന്നു. വൈകുന്നേരം വരെ ഒരുപാട് കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഇന്ദിരാഗാന്ധിയുടെ മരണവാർത്തയിൽ ജനം സ്തംഭിച്ചു പോയിരുന്നു. പിന്നാലെ ജനങ്ങളുടെ രോഷം ആളിക്കത്തി. സിഖ് വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. വിദേശ പര്യടനം കഴിഞ്ഞ് നേരിട്ട് എയിംസിലെത്തിയ പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗിന്റെ കാറിന് നേരെ പോലും ആളുകൾ കല്ലെറിയാൻ തുടങ്ങി. കാരണം അദ്ദേഹവും ഒരു സിഖായിരുന്നു. ഒരു പ്രസിഡന്റിന്റെ വാഹന വ്യൂഹത്തിന് നേരെ രാജ്യക്കാർ തന്നെ കല്ലെറിയുന്ന ഇന്ത്യയിലെ ആദ്യ സംഭവമായിരുന്നു അത്. ഇന്ദിരാഗാന്ധിയുടെ മരണവാർത്തയുടെ വ്യാപ്തി എയിംസിന് സമീപമുള്ള പ്രദേശങ്ങളിൽ പരിമിതമായിരുന്നതിനാൽ അവിടെ അക്രമങ്ങൾ ആരംഭിച്ചു. ആശുപത്രിക്ക് സമീപമുള്ള ബസ്സുകളിൽ നിന്ന് സിഖുകാരെ വലിച്ചിറക്കി മർദ്ദിച്ചു. ഡൽഹിയിൽ വർഷങ്ങളായി ജീവിക്കുന്ന സിഖുകാർക്ക് തങ്ങളോടൊപ്പം താമസിക്കുന്നവർ തന്നെ തങ്ങളുടെ രക്തത്തിനായി ദാഹിക്കുമെന്ന് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞില്ല. അധികം വൈകാതെ ഈ അക്രമം കലാപമായി മാറി. വൈകുന്നേരം 5:05 ഒരു സിഖ് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചതിന് ശേഷം അയാളുടെ മോട്ടോർ സൈക്കിളിന് തീയിട്ടു. വൈകുന്നേരം 6 മണിക്ക് ആകാശവാണിയും രാത്രി 8 മണിക്ക് ദൂരദർശനും ഇന്ദിരാഗാന്ധിയുടെ മരണവാർത്ത അറിയിച്ചതോടെ ഈ വിദ്വേഷത്തിന്റെയും അക്രമത്തിന്റെയും തീ രാജ്യമെങ്ങും പടർന്നു. വർഗീയ കലാപങ്ങളുടെ വ്യാപ്തി വർദ്ധിച്ചു. രാജ്യം മുഴുവൻ പരിഭ്രാന്തിയിലായി. സ്വന്തം രാജ്യത്ത് സ്വന്തം അംഗരക്ഷകരാൽ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടതിൽ എല്ലാവരും ദുഃഖിച്ചു. ഒക്ടോബർ 31 രാത്രിയിൽ തന്നെ പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗ് രാജ്യത്ത് പടരുന്ന അക്രമം ശമിപ്പിക്കാനുള്ള ചുമതലയോടെ രാജീവ് ഗാന്ധിക്ക് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കലാപങ്ങൾ ഏറ്റവും രൂക്ഷമായത് ഡൽഹിയിലായിരുന്നു. അടുത്ത ദിവസം ഈ സിഖ് വിരുദ്ധ കലാപങ്ങളുടെ തീ പഞ്ചാബ്, ഹരിയാന, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലേക്കും വ്യാപിച്ചു. പോലീസ് സത്വന്ത് സിംഗിന് പുറമെ കൊലപാതക ഗൂഢാലോചനയിൽ പങ്കെടുത്ത മറ്റുള്ളവരായി തെരച്ചിൽ ആരംഭിച്ചു. 3 ദിവസത്തെ കഠിന പരിശ്രമത്തിന് ശേഷം പോലീസ് കേഹർ സിംഗിനെയും ബൽബീർ സിംഗിനെയും അറസ്റ്റ് ചെയ്തു. ബസ് സ്റ്റാൻഡിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ബൽബീറിനെ പിടികൂടുന്നത്. അറസ്റ്റ് ചെയ്യുമ്പോൾ ബൽബീറിന്റെ പോക്കറ്റിൽ നിന്ന് കൊല നടത്താൻ തീരുമാനിച്ച വിവിധ തീയതികൾ രേഖപ്പെടുത്തിയ ഒരു കടലാസ് പോലീസ് കണ്ടെത്തി. തുടർന്ന് കേസ് സെഷൻസ് കോടതിയിലെത്തി. അവിടെ സത്വന്ത്, കേഹർ, ബൽബീർ സിംഗ് എന്നീ 3 പേർക്കും കോടതി വധശിക്ഷ വിധിച്ചു. ഈ വിധിയെ ഇവരുടെ അഭിഭാഷകർ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു. എന്നാൽ ഹൈക്കോടതിയും വധശിക്ഷ ശരിവെച്ചു. ഇതിനെ തുടർന്ന് കേസ് സുപ്രീം കോടതിയിലെത്തി.
പ്രശസ്ത അഭിഭാഷകരായ രാം ജെഠ്മലാനി, PN ലേഖി, RS സോധി എന്നിവരായിരുന്നു ഇവർക്കു വേണ്ടി വാദിച്ചത്. ബൽബീറിന്റെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള പോലീസിന്റെ വാദങ്ങൾ സുപ്രീം കോടതി ചോദ്യം ചെയ്തതോടെ കേസ് വഴിത്തിരിവിലായി. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ 1 മാസത്തോളം കൊലപാതകത്തിന്റെ ഗൂഢാലോചന രേഖകൾ പോക്കറ്റിൽ കൊണ്ടു നടന്നു എന്ന പോലീസിന്റെ വാദം അവിശ്വസനീയമാണെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. പ്രോസിക്യൂഷന്റെ ദുർബലമായ വാദങ്ങളെ തുടർന്ന് സുപ്രീം കോടതി ബൽബീർ സിംഗിനെ വിട്ടയച്ചു. എന്നാൽ കേഹർ സിംഗിന്റെയും സത്വന്ത് സിംഗിന്റെയും ശിക്ഷ നിലനിർത്തി. ഇവരുടെ വധശിക്ഷ പലതവണ മാറ്റിവെച്ചു. 1988 ഡിസംബറിൽ ഇവർക്കെതിരെ പുറപ്പെടുവിച്ച ബ്ലാക്ക് വാറന്റ് പോലും മാറ്റിവെച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ നിയമ ചരിത്രത്തിൽ ബ്ലാക്ക് വാറന്റ് മാറ്റിവെക്കുന്നത് ആദ്യമായിരുന്നു അത്. എന്നാൽ അവരുടെ കുറ്റം വളരെ വലുതായിരുന്നതിനാൽ അവരുടെ അഭിഭാഷകർക്ക് അവരെ കൂടുതൽ കാലം തൂക്കുമരത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. 1989 ജനുവരി 6 രാവിലെ 6 മണിക്ക് ഡൽഹിയിലെ തിഹാർ ജയിലിൽ വെച്ച് സത്വന്ത് സിംഗിനെയും കേഹർ സിംഗിനെയും തൂക്കിക്കൊന്നു. ഇങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് കാരണമായവർക്ക് ശിക്ഷ ലഭിച്ചു. എന്നാൽ ഇതിനിടെ രാജ്യമെങ്ങും പടർന്ന സിഖ് വിരുദ്ധ കലാപങ്ങളിൽ ആയിരക്കണക്കിന് നിരപരാധികളായ സിഖുകാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. പിന്നീട് ഈ കലാപങ്ങളെക്കുറിച്ച് രാജീവ് ഗാന്ധിയോട് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു വലിയ മരം വീഴുമ്പോൾ ഭൂമി അല്പം കുലുങ്ങുക തന്നെ ചെയ്യും.